ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സാങ്കേതിക സർവകലാശാലയിൽ പുതിയ നീക്കവുമായി VC ശിവപ്രസാദ്. പ്രൈവറ്റ് സെക്രട്ടറി ഗോപിന് രജിസ്ട്രാറുടെ അധിക ചുമതല നൽകി. സിൻഡിക്കേറ്റ് VC പോരുമൂലം മാസങ്ങളായ സർവകലാശാലയിൽ രജിസ്ട്രാർ ഇല്ലായിരുന്നു. ഗോപാൽ ഷീലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ ഷീലാസനൽ, എന്താണ് അപ്പോൾ പുതിയ നീക്കം നടന്നിരിക്കുന്ന VCയുടെ? സ്മൃതി, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡോക്ടർ ശിവപ്രസാദിന് VC നൽകിയത് വലിയ വിവാദമായിരുന്നു. തനിക്ക് നിയമനം നൽകി ചുമതല ഏറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് അദ്ദേഹം. കാരണം കഴിഞ്ഞ മാസങ്ങളായി ഏതാനും മാസങ്ങളായി സാങ്കേതിക സർവകലാശാലയിൽ രജിസ്ട്രാറുടെ കസേര ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രതിസന്ധിയിലാവുന്ന സ്ഥിതിയുണ്ടായി. പല കാര്യങ്ങളും മുന്നോട്ട് പോകാതെ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ടായി. ആ ഘട്ടത്തിൽ ചുമതല ഏറ്റ ഉടനെ തന്നെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് രജിസ്ട്രാറുടെ അധിക ചുമതല നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വൈസ് ചാൻസലറായ ഡോക്ടർ K ശിവപ്രസാദ്. സർവകലാശാലയിലെ ജോയിന്റ് രജിസ്ട്രാറായിട്ടുള്ള G ഗോപിനാണ് അദ്ദേഹം ചുമതല കൈമാറിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങൾ, രജിസ്ട്രാർ നിയമനവുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങൾ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിൽ നിലനിന്നിരുന്നു. സിൻഡിക്കേറ്റ് നേരത്തെ ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ പ്രവീണിന് കാലാവധി നീട്ടി നൽകാൻ ഡോക്ടർ K ശിവപ്രസാദിനോട് മുൻപ് അദ്ദേഹത്തിന്റെ ഈ ഹൈക്കോടതി നടപടി വഴി പുറത്താവുന്നതിന് മുൻപ് സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ അന്ന് ശിവപ്രസാദ് തയ്യാറായില്ല. തുടർന്ന് ബിന്ദു എന്ന ജോയിന്റ് ഡയറക്ടർക്ക് ചുമതല നൽകുകയും അവർ കാലാവധി കഴിഞ്ഞ് മെയ് 30 പുറത്തു പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് മെയ് 31 മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ സർവകലാശാലയിൽ രജിസ്ട്രാർ ഉണ്ടായിരുന്നില്ല. ആ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റിന്റെ നിലപാട് ഇനി നിർണായകമാണ്. കാരണം സിൻഡിക്കേറ്റ് യോഗം കൂടിയാണ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തേണ്ടത് എന്നാണ് സിൻഡിക്കേറ്റ് വാദിക്കുന്നത്. അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ നിയമനം സംബന്ധിച്ച കാര്യം വൈസ് ചാൻസലർ റിപ്പോർട്ട് ചെയ്യും. ആ നിയമനം അംഗീകരിക്കാൻ സിൻഡിക്കേറ്റ് തയ്യാറാകുമോ, ഇടനംഗങ്ങൾ തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ശരി, ഗോപാൽ ഷീലാസനിലാണ് സാങ്കേതിക സർവകലാശാലയിലെ VCയുടെ പുതിയ നീക്കത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.